ഹലോ നമസ്കാരം. ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങുന്നത് ഫിസിക്സിന്റെ ഫസ്റ്റ് ഇയർ ഫിസിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററാണ്. മോഷൻ ഇൻ എ പ്ലെയിൻ. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചത് എന്താണെന്ന് നമുക്കറിയാം. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ ആയിരുന്നു. എന്തായിരുന്നു മോഷൻ ഇൻ വൺ ഡയമെൻഷൻ? നമുക്കിവിടെ പിക്ചറിൽ കാണുന്ന പോലെ ഇഫ് എ ബോഡി മൂവ്സ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ സച്ച് എ മോഷൻ ഈസ് കോൾഡ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അഥവാ വൺ ഡയമെൻഷണൽ മോഷൻ. ഞാൻ പകരം ഒരു ബോളിനെ ഇങ്ങനെ എറിഞ്ഞാലോ, അങ്ങനെ എറിയുമ്പോൾ ആ പന്ത് പോകുന്ന ദിശ കാണാം. എക്സ് ആക്സിസിൽ നിന്ന് ആ പന്ത് വൈ ആക്സിസിലൂടെ മൂവ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ മൂവ് ചെയ്തിട്ടാണ് വീണ്ടും താഴേക്ക് വരുന്നത്. എക്സ് ആക്സിസ് തന്നെ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ഈ ബോള് രണ്ട് ആക്സിസിലൂടെ മൂവ് ചെയ്തു. എക്സ് ആക്സിസിൽ മൂവ് ചെയ്തു ആൻഡ് വൈ ആക്സിസിൽ സ്വല്പം ഹൈറ്റിൽ മുകളിലേക്ക് പൊങ്ങി വീണ്ടും താഴേക്ക് വന്നു. അപ്പൊ അങ്ങനെ ഒരു ബോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു രണ്ട് ആക്സിസിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഷൻ ഇൻ എ പ്ലെയിൻ. അപ്പൊ ടു ഡയമെൻഷണൽ മോഷനിൽ ഒരു ബോഡിയുടെ എക്സ് ആക്സിസിലും ചേഞ്ചസ് ഉണ്ടാവും, വൈ ആക്സിസിലും ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് നിങ്ങളുടെ സ്കൂളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ഒരു ബ്ലാക്ക് ബോർഡിൽ നമ്മൾ ഒരു ഉറുമ്പഴഞ്ഞ് പോവാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഡെസ്കിൽ ഒരു ഉറുമ്പഴഞ്ഞ് പോവാന്ന് വിചാരിച്ചു. ആ ഡെസ്കോട് ഉറുമ്പഴയുമ്പോൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യും. അങ്ങനെ രണ്ട് ആക്സിസിലും അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടു ഡയമെൻഷണൽ മോഷൻ. ഈ ഫിഗറിൽ കാണുന്ന പോലെ നമ്മൾ ബില്യാർഡ്സ് കളിക്കുമെന്ന് വിചാരിക്കും. ബില്യാർഡ്സ് കളിക്കുമ്പോൾ ആ ബോൾ മൂവ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിന്റെ ഏതൊക്കെ ആക്സിസിലൂടെ മൂവ് ചെയ്യും? എക്സ് ആക്സിസിലും വൈ ആക്സിസിലും അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ടു ഡയമെൻഷണൽ മോഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. വൺ ഡയമെൻഷണൽ മോഷൻ പഠിക്കുമ്പോഴും അതേ അവസരത്തിൽ തന്നെ ടു ഡയമെൻഷണൽ മോഷൻ പഠിക്കുമ്പോഴും നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്തായിരുന്നു സ്കെയിലാറുകളും വെക്ടറുകളും എന്താണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞു, ഒരു സ്കെയിലാറിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് അവിടെ പ്രാധാന്യം നൽകുന്നത് മാഗ്നിറ്റ്യൂഡിന് മാത്രമാണ്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റീസ് നമുക്ക് രണ്ട് ക്വാളിറ്റീസ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നമുക്കറിയാം. സ്കെയിലാറുകൾക്ക് ഡിസ്റ്റൻസും സ്പീഡും ഒക്കെയാണ് പഠിച്ചതെങ്കിൽ വെക്ടറുകൾക്ക് ഡിസ്പ്ലേസ്മെന്റും ഫോഴ്സും വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന എക്സാമ്പിൾസ്. ഇപ്പോൾ പറഞ്ഞ കേസ് അനുസരിച്ച് ഒരു ഫോഴ്സിന്റെ എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്താൽ, ഞാൻ ഈ കുപ്പിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അല്ലെ. ഫോഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലാണ് ആര് മൂവ് ചെയ്തത്? ഈ ബോട്ടിൽ മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം, ഫോഴ്സ് എന്ന മാഗ്നിറ്റ്യൂഡ് ഉള്ള ക്വാണ്ടിറ്റിക്ക് ഫോഴ്സിന് 2 ന്യൂട്ടൺ മാഗ്നിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ കൊടുത്ത മാഗ്നിറ്റ്യൂഡ് ആക്ട് ചെയ്ത ഡയറക്ഷൻ അങ്ങോട്ടാണ്, ഞാൻ ഈ കൊടുത്ത ഡയറക്ഷൻ തന്നെയാണ് അല്ലെ. ഫോഴ്സ് തീർച്ചയായിട്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് സ്കെയിലാറുകൾ അറിയാം, വെക്ടറുകളും അറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇനി പ്രാധാന്യത്തോടെ പഠിക്കുന്നത് വെക്ടറുകളെ കുറിച്ചാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു വെക്ടറിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെന്ന് പഠിക്കാം. നമുക്ക് സ്കെയിലാറുകളെയും വെക്ടറുകളെയും പിക്ടോറിയലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്ക് ആ നമ്പർ മാത്രം റെപ്രസെന്റ് ചെയ്താൽ മതി, ബിക്കോസ് ഇറ്റ് ഓൺലി ഷോസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗിവൺ ക്വാണ്ടിറ്റി. പക്ഷെ വെക്ടർ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വെക്ടർ ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ വെലോസിറ്റി ആണെങ്കിൽ അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. നമുക്കൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള വെക്ടർ ക്വാണ്ടിറ്റിയുടെ മുകളിൽ ഒരു ലൈൻ വരച്ചാൽ, ഒരു ആരോ വരച്ചാൽ, ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് നമുക്ക് വി എന്ന വെലോസിറ്റി അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വിയുടെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ആ ആരോ മാർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ വായിക്കുന്നത് വെക്ടർ വി എന്നാണ്. വെക്ടർ വി ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, വിച്ച് ഹാവ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നതിനനുസരിച്ച് വെലോസിറ്റി എന്ന വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വിക്ക് മുകളിൽ വര വരച്ചാൽ ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കാം. വെലോസിറ്റി എന്ന വെക്ടർ വി വെക്ടർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് സൗത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ ക്വാണ്ടിറ്റിക്ക് ഇപ്പോൾ എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇനി എനിക്കൊരു വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എനിക്ക് മാഗ്നിറ്റ്യൂഡിനെ മാത്രം ഇപ്പോൾ തൽക്കാലം പറഞ്ഞാൽ മതിയെങ്കിലോ, ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റി ആണെങ്കിലും ഇപ്പോൾ എനിക്ക് ആ വെലോസിറ്റി എന്ന ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നിങ്ങളെ അറിയിക്കേണ്ടതുള്ളതെങ്കിൽ ഞാൻ അതിനെ ഒരു മോഡുലസ് ഓഫ് വെലോസിറ്റി എന്ന് വിളിക്കും. അതായത് രണ്ട് വരകൾ കാണാം. രണ്ട് സൈഡിലെ വരകൾ നമ്മൾ വിളിക്കുന്ന പേര് മോഡുലസ് ഓഫ് എ വെക്ടർ എന്നാണ്. ഒരു മോഡുലസ് ഓഫ് എ വെക്ടർ റെപ്രസെന്റേഷൻ വന്നാൽ അതിന്റെ അർത്ഥം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ആ വെലോസിറ്റി എന്ന വെക്ടറിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ മോഡുലസ് ഓഫ് ദാറ്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. മോഡുലസ് ഓഫ് എ വെക്ടർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മോഡുലസ് ഓഫ് വി ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ വെലോസിറ്റി എന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്.
ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആരോ മാർക്കായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരു ആരോ മാർക്കായിട്ട് റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ഒരു ആരോ മാർക്കിലൂടെ കാണാൻ സാധിക്കും. ഒരു ആരോ മാർക്ക് കാണിച്ചാൽ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ആ വെക്റ്ററിന്റെ ഹെഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെയിൽ എന്നാണ്. കാരണം നമുക്ക് ഒരു വെക്റ്ററിന്റെ ഹെഡും ടെയിലും ഒക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ വെക്റ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷനെ മനസ്സിലാക്കാൻ സാധിക്കും. ബേസിക്കലി ഒരു വെക്ടറിനെ വരച്ച് കാണിക്കുമ്പോൾ അതിന്റെ ടെയില് കാണിക്കുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നും അതിന്റെ ആരോ മാർക്ക് കാണിക്കുന്നത് ഹെഡ് കാണിക്കുന്നത് അതിന്റെ ഡയറക്ഷനും ആണെന്നാണ് വെപ്പ്. എങ്കിലും നമുക്ക് വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറുകളൊന്നും വരച്ച് കാണിക്കാൻ അത്ര നീളത്തിലൊന്നും പ്രാക്ടിക്കലി സാധിക്കില്ല. അതുകൊണ്ട് ഒരു വെക്ടറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഒരു ഹെഡോടും ടെയിലോടും കൂടി. നമ്മളിത് പറയാൻ കാരണം രണ്ട് ഡിഫറെന്റ് വെക്ടറുകളെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ്. വെക്ടേഴ്സിനെ നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് കാറ്റടിക്കുന്ന ഒരു എക്സാമ്പിളേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം കാറ്റടിക്കുന്നത് ചിലപ്പോൾ ഒരു വശത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വശത്തേക്കായിരിക്കാം. അങ്ങനെ കാറ്റടിക്കുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡ് കാണും, കാറ്റിന്റെ വേഗതയ്ക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് കാണാം. ഇനി കാറ്റടിക്കുന്ന ദിശ ഡയറക്ഷൻ സ്പെസിഫിക് ആണ്. ചിലപ്പോൾ അത് ഈസ്റ്റിലേക്കായിരിക്കാം, വെസ്റ്റിലേക്കായിരിക്കാം, നോർത്തിലേക്കായിരിക്കാം, സൗത്തിലേക്കായിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇങ്ങനെയുള്ള വെക്ടറുകളെ യൂസേജസ് ധാരാളമുണ്ട്. അപ്പൊ സ്കെയിലാറുകളും വെക്ടറുകളും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സ്കെയിലാറുകളെ നമുക്ക് നോർമലി നമ്പേഴ്സ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാം. രണ്ട് സ്കെയിലാറുകളെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിലും ഈ സ്കെയിലാറുകളെ ആഡ് ചെയ്യുമ്പോൾ അവർ സെയിം യൂണിറ്റുകളാണെങ്കിൽ മാത്രമേ അഡീഷൻ ലീഗൽ ആവൂ. കാരണം നമുക്ക് 8 കിലോഗ്രാമിന് 1 കിലോഗ്രാം കൊണ്ട് ആഡ് ചെയ്യാം. നമുക്ക് എത്ര കിട്ടും? 9 കിലോഗ്രാം എന്ന് കിട്ടും. പകരം നമുക്ക് 8 കിലോഗ്രാമിന് 1 ഗ്രാം കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് 9 കിലോഗ്രാം കിട്ടുമോ? ഇല്ല. അപ്പോൾ സ്കെയിലാറുകളെ ആഡ് ചെയ്യുമ്പോഴോ സെപ്പറേറ്റ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് ക്വാണ്ടിറ്റികൾക്കും സെയിം യൂണിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇതേ സ്കെയിലാറുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ ഡിവൈഡ് ചെയ്യുമ്പോഴോ ഡിഫറെന്റ് യൂണിറ്റുകളുള്ള സ്കെയിലാർ നമുക്ക് മൾട്ടിപ്ലൈയോ ഡിവൈഡോ ഒക്കെ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ 50 മീറ്ററിൽ ഒരു വാഹനം സഞ്ചരിക്കുകയാണ് ഒരു സെക്കൻഡിൽ. അപ്പോൾ 50 മീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. 50 മീറ്റർ ബൈ 1 സെക്കൻഡ് അല്ലെ, 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ സ്കെയിലാറുകൾ ഡിഫറെന്റ് യൂണിറ്റ്സ് ആണെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ ഈസി ആയിട്ട് സാധിക്കും. ഡിഫറെന്റ് യൂണിറ്റ്സ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ സാധിക്കും. പകരം ആഡ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ചെയ്യുമ്പോഴും സ്കെയിലാറുകൾക്ക് സെയിം യൂണിറ്റ് ആകുന്നതാണ് അനുയോജ്യമായി അഡീഷനും സബ്ട്രാക്ഷനും പോസിബിൾ ആകും. വെക്ടേഴ്സ് പലതരത്തിലുണ്ട്. നമുക്ക് ഈക്വൽ വെക്ടേഴ്സ് ഒരു വെക്ടർ ആദ്യം നോക്കാം. ഈക്വൽ വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ n ഒരു വെക്ടറാണ്, മറ്റൊരു വെക്ടറാണ് എങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുപോലെ ആണെങ്കിൽ അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകളുണ്ട്, രണ്ട് വെക്ടറുകളുടെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുപോലെ ആണെങ്കിൽ അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് ഈക്വൽ വെക്ടർ. അപ്പോൾ രണ്ട് വെക്ടറുകൾ ഈക്വൽ ആകണമെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കും. നമുക്ക് കോലീനിയർ വെക്ടർ എന്നും പറഞ്ഞ മറ്റൊരു വെക്ടർ കൂടെ ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഈക്വൽ വെക്ടേഴ്സ് എന്നാണ്. ഈക്വൽ വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരുപോലെ ആണെങ്കിൽ കോലീനിയർ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ അഥവാ പാരലൽ വെക്ടർ എന്ന് വിളിക്കും. രണ്ട് വെക്ടറുകളുടെയും ഡയറക്ഷൻ സെയിം ആയാൽ മതി, മാഗ്നിറ്റ്യൂഡ് സെയിം ആവണമെന്നില്ല. വെക്ടർ എ ആണ്, വെക്ടർ ബി ആണ്, ഇച്ചിരി കൂടിയ വെക്ടർ, മാഗ്നിറ്റ്യൂഡ് കൂടിയ വെക്ടർ ആണ്. അപ്പൊ രണ്ട് വെക്ടറുകൾ കോലീനിയർ ആകാം, അല്ലെങ്കിൽ രണ്ട് വെക്ടറുകൾ പാരലൽ ആണെങ്കിൽ രണ്ട് വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആകണമെന്നില്ല, ഡയറക്ഷൻ മാത്രം സെയിം ആയാൽ മതി. അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് കൊലീനിയർ വെക്ടർ അഥവാ പാരലൽ വെക്ടർ. ഇനി നമുക്ക് ഒരു വെക്ടറിനെ നെഗറ്റീവ് വെക്ടറും ആക്കാൻ പറ്റും. വെക്ടർ എ എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ജസ്റ്റ് ഡയറക്ഷൻ തിരിച്ചാൽ നമുക്ക് അതിന് എന്നാ പറ്റും? മൈനസ് വെക്ടർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവ് വെക്ടർ ആണെന്ന് മനസ്സിലാക്കാം. എ എന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ -a ആയിരിക്കും. പടം വരയ്ക്കുമ്പോൾ ഡയറക്ഷൻ നേരെ തിരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വെക്ടറിലെ വെക്ടർ എ പ്ലസ് അതിന്റെ നെഗറ്റീവ് വെക്ടർ കൊണ്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് വെക്ടേഴ്സിന് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഉള്ള വെക്ടറുകളെ ആഡ് ചെയ്താൽ ആൻസർ 0 ആയിരിക്കും. അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് സീറോ വെക്ടർ. സീറോ വെക്ടറിന് ഒത്തിരി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് കേട്ടോ. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ധാരാളം ഉള്ളതാണ്. മാഗ്നിറ്റ്യൂഡ് 0 ആണെന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. ഡയറക്ഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് സീറോ വെക്ടറിന് പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇപ്പൊ പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ ഈ ഭിത്തിയെ തെള്ളുക,
ഭിത്തിയെ തെള്ളുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഭിത്തി അനങ്ങുന്നുണ്ടോ? ഇല്ല, അതിനെ കൊണ്ട് അനക്കാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഭിത്തിയെ തെളിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന വെക്ടർ 0 അവിടെ അനങ്ങിയില്ല. പക്ഷെ അതിന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഡയറക്ഷൻ കൊണ്ട് ഞാൻ ഫോഴ്സ് കൊടുത്ത് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്യാൻ ശ്രമിച്ചത്, മൂവ് ചെയ്തില്ല. അപ്പൊ അവിടെ 0 വെക്ടർ എന്ന് പറയുമ്പോൾ 0 എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് മാത്രം 0 ആയത്, ഡയറക്ഷൻ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ധാരാളം കേസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 0 വെക്ടർ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഇനി പൊസിഷൻ വെക്ടർ എന്താണെന്ന് നോക്കാം. പൊസിഷൻ വെക്ടർ, ഒരു പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ബില്യാർഡ്സ് കളിക്കുന്ന ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ബില്യാർഡ്സ് കളിക്കുന്നിടത്ത് നമുക്ക് ഈ ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഒരു ആക്സിസ് വരയ്ക്കുവാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും ആണ് വരച്ചു വെച്ചിരിക്കുന്നത്, എക്സും വൈയും. ഇതിൽ നിന്ന് ഇപ്പൊ ഈ ബില്യാർഡിന്റെ ബോൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ് എങ്കിൽ ഒറിജിൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന്, ഓക്കെ, നമ്മൾ ഒറിജിനായിട്ട് എടുത്തിരുന്ന എക്സിന്റെയും വൈന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. ആ പോയിന്റിൽ നിന്ന് ഞാൻ ഇപ്പൊ ബോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വെക്ടർ വരച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ. നമ്മൾ എടുത്തിരിക്കുന്ന കോർഡിനേറ്റിന്റെ ഒറിജിനിൽ നിന്ന് നമ്മുടെ പൊസിഷൻ, ഏത് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ആണോ വേണ്ടത് അതിലേക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ആ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് പൊസിഷൻ വെക്ടർ എന്ന് പറയും. ഓക്കെ, നമുക്ക് യൂണിറ്റ് വെക്ടർ നമുക്കിവിടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് അനദർ ടൈപ്പ് ഓഫ് വെക്ടർ ആണ് യൂണിറ്റ് വെക്ടർ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആൻഡ് ആ വെക്ടറിന് ഒരു സ്പെസിഫിക് ഡയറക്ഷനും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും ആൻഡ് ദാറ്റ് വെക്ടർ ഈസ് പോയിന്റിംഗ് to a specific direction and such vectors are called unit vectors. യൂണിറ്റ് വെക്ടറിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിറക്ഷണൽ വെക്ടർ. ഇതിന് കാരണം നമുക്കൊരു സ്കെയിലാറിനെ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു സ്കെയിലാർ എന്ന് വെച്ചാൽ 3 എന്ന ഒരു സ്കെയിലാറിനെ നമുക്കൊരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, യൂണിറ്റ് വെക്ടർ ആയാൽ 3 വെക്ടർ എന്ന് എഴുതിയാൽ ആ സ്കെയിലാറിന്റെ മാഗ്നിറ്റ്യൂഡ് 3 കാണിക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡും ആൻഡ് ആ യൂണിറ്റ് വെക്ടർ കാണിക്കുന്നത് ആ ഡയറക്ഷനും ആയിരിക്കും. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ഡയറക്ഷൻ ഉള്ള വെക്ടർ ക്വാണ്ടിറ്റി കാണിക്കുന്നത് അതും ഡയറക്ഷനും ആയിരിക്കും. മാത്തമാറ്റിക്കലി ഒരു യൂണിറ്റ് വെക്ടർ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എൻ ക്യാപ്പ് എന്ന് എഴുതാം. എൻ ക്യാപ്പ്, ക്യാപ്പ് എന്ന് കണ്ടാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണെന്ന് അർത്ഥം. വായിക്കുന്ന എൻ ക്യാപ്പ് എന്നാണ്. ആൻഡ് യൂണിറ്റ് വെക്ടർ ഈസ് ഈക്വൽ ടു എ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മോഡുലസ് എന്ന് പറഞ്ഞല്ലോ. ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം അറിയണമെങ്കിൽ ആ വെക്ടറിനെ ഒരു മോഡുലസ് കൊണ്ട് 2 വരകൾക്കിടയിലാക്കി വിളിക്കുന്ന പേര് ഡയറക്ഷൻ ഒഴിവാക്കിയിട്ട് മാഗ്നിറ്റ്യൂഡ് മാത്രമാണെന്നല്ല പറഞ്ഞ്. വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള സാധനമാണ്. അതിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3a എന്നാണെന്ന് വിചാരിച്ചോളുക. 3a എന്ന് വിചാരിക്കുമ്പോൾ 3a ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് 3 അല്ലേ, നമുക്ക് എന്നാ കിട്ടും? 1 അല്ല, 3/3 കിട്ടുന്ന 1 അല്ലേ. അപ്പോൾ ആ 3/3 1 ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ആയി. പിന്നെ ആര് മാത്രം അവശേഷിക്കും? ഡയറക്ഷൻ മാത്രം അവശേഷിക്കും. അപ്പൊ ആ ഡയറക്ഷൻ ആണ് ആ സ്പെസിഫിക് വെക്ടറിന്റെ ഡയറക്ഷൻ കാണിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ ഗ്രാഹ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഒരു യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ ഒരു സ്കെയിലാറുമായിട്ട് ഒരു വെക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ, യൂണിറ്റ് വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ സ്കെയിലാർ അതിന്റെ മാഗ്നിറ്റ്യൂഡും ഓക്കെ ആ യൂണിറ്റ് വെക്ടർ അതിന്റെ ഡയറക്ഷനും ആയിരിക്കും. ഇവിടെ യൂണിറ്റ് വെക്ടർ നമ്മൾ എൻ ക്യാപ്പ് എന്ന് റെപ്രസെന്റ് ചെയ്തത് എങ്കിൽ 3 × n ക്യാപ്പ് എന്ന് എഴുതിയാൽ n ക്യാപ്പ് ഈസ് ആൻ യൂണിറ്റ് വെക്ടർ, അതിന്റെ ഡയറക്ഷൻ കാണിക്കും. 3 അതിന്റെ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. ഓക്കെ, 3 അതിന്റെ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. അപ്പോൾ ഒരു വെക്ടറെ നമ്മൾ വെക്ടറെ എന്ന് എഴുതുമ്പോൾ യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ എഴുതും? എ ക്യാപ്പ് എന്ന് എഴുതും. എ ക്യാപ്പ് എന്ന് കണ്ടാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ് and the direction is that a cap represents. അപ്പോൾ യൂണിറ്റ് വെക്ടറിനെ കുറിച്ച് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് ഒരു യൂണിറ്റ് വെക്ടറിനെ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് നിങ്ങൾ സംശയിക്കേണ്ട. നമ്മുടെ എക്സും വൈയും ഇസഡ് ആക്സിസിനും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എക്സ്, വൈ ആൻഡ് ഇസഡ്. ഈ എക്സും വൈയും ഇസഡ് ആക്സിസിലെ യൂണിറ്റ് വെക്ടറുകളാണ് ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും. ഇവിടെ കാണാം, എക്സ് ആക്സിസിൽ ഐ ക്യാപ്പ്, വൈ ആക്സിസിൽ ജെ ക്യാപ്പ്, ഇസഡ് ആക്സിസിൽ കെ ക്യാപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഐയും ജെയും കെയും എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ഇസഡ് ആക്സിസിന്റെയും ഡയറക്ഷൻ കാണിക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഐ മോഡുലസ് ഓഫ് ഐ ഈക്വൽസ് മോഡുലസ് ഓഫ് ജെ ക്യാപ്പ് ഈക്വൽസ് മോഡുലസ് ഓഫ് കെ ക്യാപ്പ് ഈക്വൽസ്. ഇതിന്റെയൊക്കെ വാല്യൂ എത്ര ആയിരിക്കും? യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഐ ക്യാപ്പ് കണ്ടാൽ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണെന്നും ജെ ക്യാപ്പ് കണ്ടാൽ വൈ ആക്സിസിന്റെ ഡയറക്ഷൻ ആണെന്നും കെ ക്യാപ്പ് കണ്ടാൽ ഇസഡ് ആക്സിസിന്റെ ഡയറക്ഷൻ ആണെന്നും മനസ്സിലാക്കണം. നമ്മൾ പക്ഷേ മോഷൻ ആൻഡ് പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ 2 ആക്സിസിനെ കുറിച്ച് സംസാരിക്കുന്നു, എക്സും വൈ. അപ്പൊ മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഉപയോഗിച്ചുള്ള നൊട്ടേഷൻസ് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. വെക്ടർ ഐ അഥവാ ഐ ക്യാപ്പ്
ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലറും ആയിരിക്കും. എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലായി കാണും. എക്സും വൈയും ഇസഡും എന്താ, എക്സിന് പെർപെൻഡിക്കുലർ ആണ് വൈ, വൈക്ക് പെർപെൻഡിക്കുലർ ആണ് ഇസഡ്. അപ്പൊ മൂന്നും ഓരോന്നിനും പെർപെൻഡിക്കുലർ അല്ലേ. അതുപോലെ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എല്ലാം പെർപെൻഡിക്കുലർ. കാരണം എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ നമ്മള് വൈ ആക്സിസിനെ വരയ്ക്കുന്നത് അല്ലേ. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണല്ലോ ഇസഡ് ആക്സിസ് വരയ്ക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് സപ്പോസ് എനിക്കൊരു വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി ഈക്വൽസ് 3j ക്യാപ്പ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. 3j ക്യാപ്പ് മീറ്റർ പെർ സെക്കൻഡ്. ഇതിന്റെ അർത്ഥം എന്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്, ഡയറക്ഷൻ അങ്ങോട്ടാണ്, വെലോസിറ്റിയുടെ ആ വേഗതയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്, അലോങ് ദി ജെ ക്യാപ്പ് ആക്സിസ് ആണ്. ജെ ക്യാപ്പ് ഏത് ആക്സിസിലാണ്, ഐ ക്യാപ്പ് എക്സ് ആക്സിസിലാണ്, ജെ ക്യാപ്പ് എങ്ങോട്ടാണ്, വൈ ആക്സിസിലാണ്. അപ്പൊ എനിക്ക് ഡയറക്ഷൻ ആണ് സൂചിപ്പിച്ചിരിക്കുന്നത് ജെ ക്യാപ്പ് എന്ന യൂണിറ്റ് വെക്ടർ ഉപയോഗിച്ചാണ്. അപ്പോൾ ജെ ക്യാപ്പ് കാണിക്കുന്നത് അവിടുത്തെ ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി ആണ്. നമ്മളിപ്പോ പറഞ്ഞതനുസരിച്ച് നമുക്ക് അപ്പോ യൂണിറ്റ് വെക്ടറിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ. യൂണിറ്റ് വെക്ടറിനെ കുറിച്ച് നമുക്ക് ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്നും കൂടെ ഒന്ന് വരച്ച് നോക്കിയാൽ കുറച്ചും കൂടെ ഒരു ഗ്രാഹ്യം കിട്ടും നമുക്ക് ഇതിനെ കുറിച്ച്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഐ ക്യാപ്പ് along the unit vector along x axis ആണ് j ക്യാപ്പ്, യൂണിറ്റ് വെക്ടർ along y axis ആണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിപ്പുണ്ട്, ഒരു പേനയോ അല്ലെങ്കിൽ ഒരു ബോൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. ഈ ബോളിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് r എന്ന് പറയുന്നത്. മുമ്പേ നമ്മൾ പഠിച്ചു പൊസിഷൻ വെക്ടർ എന്താണ് അല്ലെ. ഒരു ഒറിജിനിൽ നിന്ന് ഒരു ബോഡി ഇരിക്കുന്ന പോയിന്റിലേക്ക് വരയ്ക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡയറക്ഷൻ ആണ് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയാണ് ഈ പോയിന്റിന്റെ അല്ലെങ്കിൽ ബോൾ ഇരിക്കുന്ന പൊസിഷൻ ഞാൻ എഴുതുവാണ് 3i + 4j എന്ന് എഴുതുവാണ്. 3i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ അർത്ഥം ഈ ബോള് എക്സ് ആക്സിസിൽ 3 മീറ്റർ മാറി അല്ലെങ്കിൽ 3 പോയിന്റുകൾ മാറി. എക്സ് ആക്സിസിൽ 3 പോയിന്റുകൾ മാറിയും വൈ ആക്സിസിൽ 4 പോയിന്റുകൾ മാറിയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം. അതായത് 3 എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ അത്രയും ഡിസ്റ്റൻസ് മാറിയും 4 എന്ന് പറയുന്നത് വൈ ആക്സിസിൽ, ജെ ക്യാപ്പ് കണ്ടാൽ വൈ ആക്സിസ്, ഐ ക്യാപ്പ് കണ്ടാൽ എക്സ് ആക്സിസിൽ, 4j എന്ന് പറഞ്ഞാൽ ജെ ആക്സിസിൽ അഥവാ വൈ ആക്സിസിൽ 4 പോയിന്റുകൾ മാറിയിരിക്കുകയാണെന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് യൂണിറ്റ് വെക്ടറുകൾ ഉപയോഗിച്ച് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ 2 വെക്ടറുകളെ ഉപയോഗിച്ചുള്ളൂ, കാരണം നമ്മളിപ്പോ പഠിക്കുന്ന മോഷന്റെ പ്ലെയിൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യൂണിറ്റ് വെക്ടറുകൾ എന്ത് വിളിക്കുന്നത്, ഡിറക്ഷണൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചെറിയ കുറച്ച് വെക്ടറുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കാണും. യൂണിറ്റ് വെക്ടേഴ്സ് എന്താണ്, സീറോ വെക്ടർ എന്താണ്, പാരലൽ വെക്ടർ എന്താണ്, കൊലീനിയർ വെക്ടർ എന്താണ്, ഈക്വൽ വെക്ടേഴ്സ് എന്താണ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് ആണ്. നമുക്കിനി വെക്ടേഴ്സിന്റെ അഡീഷനെ കുറിച്ചൊന്നും സംസാരിക്കാം. അങ്ങനെ 2 വെക്ടറുകളെ ആഡ് ചെയ്യുന്നു. അതിന് മുമ്പ് സ്കെയിലാറുകളെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് വെക്ടേഴ്സിന്റെ അഡീഷനും സെപ്രാക്ഷനെ കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കാം. വെക്ടേഴ്സിന്റെ അഡീഷനും സെപ്രാക്ഷനും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനുള്ളിൽ കാണേണ്ടത്, നമ്മുടെ തലച്ചോറിനുള്ളിലും കാണേണ്ടത് കുറച്ചധികം റൂൾസുകളാണ്. നമുക്ക് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു വെക്ടറിന് ഒരു പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്. എനിക്ക് ഈ വെക്ടറിന്റെ സ്ഥാനം മാറ്റാൻ സാധിക്കും, പാരലലി മാറ്റാൻ സാധിക്കും, വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഒരു വെക്ടറിന്റെ സ്ഥാനം എനിക്ക് മാറ്റാൻ സാധിക്കും വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ ഒരു വെക്ടറിനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് പാരലൽ ഷിഫ്റ്റ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഫോർ മാത്തമാറ്റിക്കൽ ഈസിനെസ്. നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വെക്ടർ വരച്ചേക്കും, വെക്ടർ എന്തെങ്കിലും ഒരു വെക്ടർ ആയിക്കോട്ടെ, ആ വെക്ടറിന് പെർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ആ മാഗ്നിറ്റ്യൂഡ് ആണ് ലെങ്ത് കാണിക്കുന്ന ഡയറക്ഷനും ഉണ്ട്. ഈ എ എന്ന വെക്ടറിനെ എനിക്ക് എന്നാ ചെയ്യാൻ സാധിക്കും, ഈ സ്ഥാനത്തു നിന്ന് അതിന്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ മാറ്റാതെ അതുപോലെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ സാധിക്കും വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അങ്ങനെ എനിക്ക് വെക്ടറുകളുടെ സ്ഥാനം മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പാരലൽ ഷിഫ്റ്റ് ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ എനിക്ക് ആ വെക്ടറിന്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യാതെ തന്നെ അതിന്റെ സ്ഥാനം എനിക്ക് മാറ്റാൻ സാധിക്കും. വിളിക്കുന്ന പേര് പാരലൽ ഷിഫ്റ്റ് എന്നാണ്. എനിക്ക് മറ്റൊരു കേസും കൂടെ പറയാനുണ്ട്. ഒരു വെക്ടറിനെ നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലൈൻ ഓഫ് ആക്ഷൻ, ആ വെക്ടറിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. സപ്പോസ് ഞാൻ ഈ ബോട്ടിലിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഈ ഡയറക്ഷനാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിൽ കൊടുക്കുകയാണ്. അപ്പൊ ഈ പാരലൽ ഷിഫ്റ്റ് മുഖാന്തരം എനിക്ക് ഈ വെക്ടർ, അത് ഈ ഫോഴ്സ് എന്ന വെക്ടറിനെ കുറച്ച് മുകളിലോട്ട് മാറ്റിയിട്ട് ഇനി ഈ ഫോഴ്സ് കൊടുത്താൽ ഈ ബോട്ടിൽ അപ്ലൈ ചെയ്യുമോ? ഇല്ല. ഫോഴ്സ് കൊടുത്ത് എവിടെയായിരുന്നു? ബോട്ടിലായിരുന്നു. പാരലൽ ഷിഫ്റ്റ് മുഖാന്തരം ഞാൻ ഫോഴ്സ് എന്ന വെക്ടറിനെ മുകളിലോട്ട് മാറ്റിയിട്ട് എനിക്ക് ഇനി ബോട്ടിലിന് ഫോഴ്സ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോൺസെൻസ്. അപ്പോൾ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ
ചില കേസസ് ഉണ്ട് വെക്ടറുകളുടെ പാരലൽ ഷിഫ്റ്റ് നടത്തിയാൽ ആ വെക്ടറുകളുടെ അർത്ഥം തന്നെ ഇല്ലാതായി പോകും. അപ്പൊ അങ്ങനെ വെക്ടറുകളുടെ ലൈൻ ഓഫ് ആക്ഷൻ നിർബന്ധിതമായും ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള വെക്ടറുകളെ വിളിക്കുന്ന പേരാണ് ലോക്കലൈസ്ഡ് വെക്ടേഴ്സ്. ഓക്കെ, ലോക്കലൈസ്ഡ് വെക്ടർ എന്ന് വെച്ചാൽ കൊടുക്കുന്ന ഫോഴ്സ് കൃത്യമായിട്ട് ഏത് ഒബ്ജക്റ്റിലാണോ കൊടുക്കുന്നത് ആ ഒബ്ജക്റ്റിൽ തന്നെ ലഭിക്കണമെങ്കിൽ ആ ലൈൻ ഓഫ് ആക്ഷൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ പാരലൽ ഷിഫ്റ്റ് അസംഭവ്യമാണ്. അപ്പൊ നമ്മൾ ചെറിയ കുറച്ച് ഐഡിയാസ് ഒക്കെ പറഞ്ഞു വെക്ടേഴ്സിനെ കുറിച്ച്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒരു ഔട്ട്ലുക്ക് നൽകുകയാണ്. കാരണം ഇനി നമുക്ക് ഇങ്ങനെയുള്ള ബേസിൽ ഫൗണ്ടേഷനിൽ പണിഞ്ഞ് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ സ്കെയിലാറുകളെ കൊണ്ട് ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്കെയിലാറുകളെ ആഡ് ചെയ്യുമ്പോൾ 4, 3, 7 എന്ന് വെച്ചാൽ ഉത്തരമായി. ഒരു വെക്ടറിന് അല്ലെങ്കിൽ 2 വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യും, അതിന്റെ ഡയറക്ഷൻസും ആഡ് ചെയ്യും. ഈ ഡയറക്ഷൻസ് ആഡ് ചെയ്യുന്ന വെച്ചിട്ട് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. കാരണം പല വെക്ടറുകളുടെ ഡയറക്ഷൻ പലതരത്തിലായിരിക്കും. അപ്പോൾ വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നിയമവശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 വെക്ടറുകളെ ആഡ് ചെയ്യുന്നതിനുള്ള നിയമവശങ്ങളാണ് നമ്മൾ ഇനി ഈ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ നോക്കാം. നമുക്ക് ധാരാളം നിയമങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പൊ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എങ്ങനെ പ്രയോഗിക്കാം, അതിന്റെ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എങ്ങനെ പ്രയോഗിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനുമാണ്. നമ്മൾ തൽക്കാലം ആദ്യത്തെ മെത്തേഡായിട്ട് പഠിക്കുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് ടു ആഡ് 2 വെക്ടേഴ്സ് ആണ്. ഗ്രാഫിക്കൽ മെത്തേഡ് ടു ആഡ് 2 വെക്ടേഴ്സ്. കാരണം നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് പിക്ടോറിയൽ വെക്ടറിന്റെ അഡീഷൻ ആണ്. അതായത് നമ്മൾ പിക്ചർ ഒക്കെ വരച്ച് വെക്ടറുകളെ ആഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷനും പഠിക്കണം, പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കണം. ഇത് രണ്ടും പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഉദ്ദേശം. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ട്. പിക്ചറിൽ കാണുന്ന പോലെ വെക്ടർ എയും വെക്ടർ ബിയും ആണ്. നിങ്ങൾക്ക് 2 വെക്ടറുകളുടെയും ടെയിലും ഹെഡും ഒക്കെ പിക്ചറിൽ കാണാം. എൻ്റെ ഈ പെന്ന് 2 വെക്ടറുകളുടെ സങ്കല്പിച്ചാൽ പെന്നിന്റെ ക്യാപ്പ് ഉള്ള സ്ഥലം അതിന്റെ ഹെഡാണ് അല്ലെങ്കിൽ ആരോ മാർക്കാണെന്ന് വിചാരിക്കാം, ബാക്കി സ്ഥലം ടെയിലാണെന്ന് വിചാരിക്കാം. എയും ബിയും 2 വെക്ടറുകൾ തീർച്ചയായിട്ടും 2 സ്ഥലത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പാരലൽ ഷിഫ്റ്റ് എന്നൊരു കേസ് പറഞ്ഞു. ഞാൻ ആ പാരലൽ ഷിഫ്റ്റ് ഉപയോഗിച്ച് എ എന്ന വെക്ടറിനെ അനക്കാതെ ബി എന്ന വെക്ടറിന്റെ ടെയില് എ എന്ന വെക്ടറിന്റെ ഹെഡിനടുത്ത് കൊണ്ടുവരികയാണ്. എനിക്ക് പാരലൽ ഷിഫ്റ്റ് മുഖാന്തരം അതിന്റെ മാഗ്നിറ്റ്യൂഡിനും ഡയറക്ഷനും വ്യത്യാസം ഉണ്ടാക്കാതെ അങ്ങനെ ചെയ്യാമെന്ന് കുറച്ച് മുമ്പ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തന്നു. അപ്പൊ ഇവിടെ 2 വെക്ടറുകളെ, അതായത് എ എന്ന വെക്ടറിന്റെ ഹെഡിലേക്ക് ബി എന്ന വെക്ടറിന്റെ ടെയിലിനെ ഞാൻ കൊണ്ടുവരികയാണ് അക്കോർഡിംഗ് ടു ദ പാരലൽ ഷിഫ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2 വെക്ടറിന് ഒരു കൃത്യമായ പൊസിഷനിലാണല്ലോ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറേഞ്ച്മെന്റ് തേർഡ് സൈഡ് ഇങ്ങനെ ഒരു വെക്ടർ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ദിസ് തേർഡ് സൈഡ് വിൽ ബി ദ റിസൾട്ടന്റ് ഓഫ് ദ അഡീഷൻ ഓഫ് ദ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി. ആ എ എന്ന വെക്ടറിനെ ബി എന്ന വെക്ടറിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ ആണ് മൂന്നാമത്തെ സൈഡ്. ആ മൂന്നാമത്തെ സൈഡ് നമ്മൾ വിളിക്കുന്ന പേര് റിസൾട്ടന്റ് വെക്ടർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, എ വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ട്രയാങ്കിൾ ലോ അനുസരിച്ച് 2 വെക്ടറുകളുടെ സം നമുക്ക് ഗ്രാഫിക്കലി ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്കൊരു സ്കെയിലൊക്കെ എടുത്ത് മെഷർ ചെയ്യേണ്ടി വരും കേട്ടോ. ആ റിസൾട്ടന്റ് വെക്ടറിന്റെ ലെങ്ത് എന്നൊക്കെ പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഡയറക്ഷൻ ശ്രദ്ധിച്ചുകൊള്ളുക. ഡയറക്ഷൻ എപ്പോഴും എ എന്ന വെക്ടറിന്റെ ബി എന്ന വെക്ടറിന്റെ ഫ്ലോയ്ക്ക് ആ ഒഴുക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് എ എന്ന വെക്ടർ നിങ്ങൾ കണ്ടില്ലേ, എ എന്ന വെക്ടറിന്റെ ഹെഡിലാണ് ബി എന്ന വെക്ടറിന്റെ ടെയിൽ കൊണ്ടുവച്ചു. അപ്പൊ അതൊരു ഫ്ലോയാ. അതായത് എ എന്ന വെക്ടറിന്റെ ഹെഡ്, ബി എന്ന വെക്ടറിന്റെ ടെയില്, ബി എന്ന വെക്ടറിന്റെ ടെയില്, അടുത്ത ഹെഡ്, അങ്ങനെ ഫ്ലോയാ. പക്ഷെ റിസൾട്ടന്റ് വെക്ടർ എന്ന് വെച്ചാൽ ആ ഫ്ലോയ്ക്ക് എതിരെയാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, റിസൾട്ടന്റ് വെക്ടർ എന്ന് വെച്ചാൽ നമുക്കൊന്ന് വരച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ ഇത് എ എന്ന വെക്ടർ ആണ്, എ എന്ന വെക്ടർ, ഇത് ബി എന്ന വെക്ടർ ആണ് എങ്കിൽ ഒരു ഫ്ലോ ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും. വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അതിന്റെ ഡയറക്ഷൻ നമുക്ക് നിർബന്ധമായിട്ടും എങ്ങനെ ആയിരിക്കണം? ഈ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കണം. എന്ന് വെച്ചാൽ ഇത് കറങ്ങിയിട്ട് അങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ വരയ്ക്കണം. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ബി. ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ്. അപ്പൊ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ states that if 2 vectors are represented in magnitude and direction by the 2 sides of a triangle taken in the same order, then third side of the triangle taken in the opposite direction represents the resultant in magnitude and direction.
അതാണ് ട്രയാങ്കിൾ ലോ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. രണ്ട് വെക്ടറുകളുണ്ട് എങ്കിൽ ആ രണ്ട് വെക്ടറുകളെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മൂന്നാമത്തെ വെക്ടർ കൊണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്യാൻ കഴിഞ്ഞാൽ ആ മൂന്നാമത്തെ വെക്ടർ ആയിരിക്കും മറ്റു രണ്ട് വെക്ടറിന്റെ സമ്മ. ഗ്രാഫിക്കൽ മെത്തേഡാണ്, നമ്മൾ സ്കെയിലൊക്കെ വെച്ച് മെഷർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ ഗ്രാഫിക്കൽ മെത്തേഡിൽ വെക്ടറുകളുടെ സമ്മ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് മറ്റു മെത്തേഡുകളുണ്ട്, അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് വിളിക്കാം. അതായത് നമുക്ക് മാത്തമാറ്റിക്കലി ഈ രണ്ട് വെക്ടറുകളുടെ സമ്മ കണ്ടുപിടിക്കാൻ സാധിക്കും, രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡുകളുടെ സമ്മ കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് ട്രയാങ്കിൾ ലോയ്ക്കും അതുണ്ട്. പാരലോഗറൽ ലോ ഓഫ് വെക്ടറേഷൻ രണ്ടാമത് ലോയും കൂടെ ഉണ്ട് ഫോർ ദ അഡീഷൻ ഓഫ് ടു വെക്ടേഴ്സ്. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. ഗ്രാഫിക്കലി അതായത് വരച്ച് കാണിച്ചാൽ പാരലോഗറൽ ലോ ഇങ്ങനെയാണ്. ഇത് വെക്ടർ പി ആണ്, വെക്ടർ പി. ഇത് വെക്ടർ ക്യൂ ആണ്, ഇത് വെക്ടർ ക്യൂ. ഓക്കെ, അപ്പൊ എ ബി എന്ന് കാണിക്കുന്നത് വെക്ടർ പി ആണ്. വെക്ടർ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. എ ഡി എന്ന് പറയുന്നത് ഒരു വെക്ടർ ആണ്, വെക്ടർ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. എ ബി എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്യൂ ആണ്, ആ വെക്ടർ ക്യൂ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതാണ്. ബേസിക്കലി ഈ ലോ പറയുന്നത് ദ റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ദ ഡയഗണൽ ഓഫ് ദ പാരലോഗൽ. അതായത് റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഈ വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്നാണ്. നമുക്ക് ഈ പാരലോഗർ ഈ ഡയഗണൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ഇത് ആ ഡയഗണൽ വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇത് പാരലോഗരമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പാരലോഗർ ലോ ഓഫ് വെക്ടറേഷൻ എന്ന് പറയുന്നത്. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് if vector p and vector q are the two sides of a parallelogram, if two vectors acting simultaneously at a point are represented by the two adjacent sides of a parallelogram, the diagonal of this parallelogram passing through that point represents the resultant in magnitude and direction. ഇതാണ് ഗ്രാഫിക്കലി പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ വളരെ ബുദ്ധിമുട്ട് ആക്യുറേറ്റ്ലി ഒന്ന് കണ്ടുപിടിക്കാൻ. റിസൾട്ടന്റ് വെക്ടറിന്റെ ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കാൻ സ്കെയിലൊക്കെ എടുത്ത് മെഷർ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഗ്രാഫിക്കലി ദിസ് ഇസ് സംവാട്ട് ഡിഫിക്കൽട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡിലൂടെ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അതൊന്ന് പ്രൂവ് ചെയ്യാം. അനലിറ്റിക്കൽ മെത്തേഡ് ടു ഫൈൻഡ് ദ പാരലോഗറൽ ലോ ഓഫ് വെക്ടറേഷൻ. ഒ എ എന്നതാണ് വെക്ടർ പി, ഒ ബി എന്നതാണ് വെക്ടർ ക്യൂ. നമുക്കറിയേണ്ടത് ഈ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ്, റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എമൗണ്ട് എത്രയാണെന്ന് അറിയേണ്ടത്. ഇത് വെച്ച് നമുക്ക് ആ പാരലോഗനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് പാരലോഗനം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ റിസൾട്ടന്റ് വെക്ടർ നമ്മൾ ഗ്രാഫിക്കലി മെത്തേഡ് പറഞ്ഞു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ ആയിരിക്കും. നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഈ പ്രൂഫാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാനൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ഡൗൺ ചെയ്യുവാണേ. അതായത് ഒ എ എന്ന വെക്ടർ നീട്ടി വരയ്ക്കുകയാണ്. ദിസ് ഇസ് എ പെർപെൻഡിക്കുലർ ആൻഡ് ഇസ് കോൾഡ് ഡി. ഈ പോയിന്റിനെ സി എന്ന് വിളിക്കുവാണ്. സി ഡി ഇസ് എ പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ഒ എ. ദിസ് ആംഗിൾ ഇസ് 90. വെക്ടർ പിക്കും വെക്ടർ ക്യൂക്കും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റയാണ്. സോ ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി തീറ്റ. ഡി എ സി ട്രയാംഗിളിൽ നിന്ന്, ആംഗിൾ ഡി എ സിയിൽ നിന്ന് അല്ലെങ്കിൽ ട്രയാംഗിൾ ഡി എ സിയിൽ നിന്ന്, ഡി എ സി കാണാം, ഡി എ സിയിൽ നിന്ന് ആംഗിൾ ഡി എ സി എന്താണ്? ആംഗിൾ ഡി എ സി ഈക്വൽസ് തീറ്റയാണ്. ആംഗിൾ ഡി എ സി ഈക്വൽസ് തീറ്റ. ഇനി നിങ്ങൾക്ക് ഒ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കാണാം. ഒ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, ഒ ഡി സി എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നിന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ എന്നായിട്ടാ? ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈക്വൽസ് ഒ സി സ്ക്വയർ. ഒ സി ഇതാണ് നമ്മുടെ ട്രയാംഗിൾ. ഒ ഡി സി ഇതാണ് ട്രയാംഗിൾ. അതിൽ ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ ഒ ഡി സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഡി സി സ്ക്വയർ ആണ് അല്ലെ. ഈ സ്റ്റെപ്പിൽ തന്നെ ഒ ഡി എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. അപ്പൊ ഒ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ പ്ലസ് എ ഡി എഴുതാം. ഹോൾ സ്ക്വയർ എ പ്ലസ് ഡി സി സ്ക്വയർ ആണ്. ഈ ട്രയാംഗിളിൽ നിന്ന് കുറച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ട്. ഈ ട്രയാംഗിൾ നോക്കാമോ? ഈ ട്രയാംഗിൾ എ ഡി സി ട്രയാംഗിൾ കണ്ടോ? ഈ ട്രയാംഗിൾ കണ്ടോ? എ ഡി സി ട്രയാംഗിൾ. അതിലൊരു തീറ്റ ഉണ്ടല്ലോ. ആ തീറ്റയിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ 2-3 കാര്യങ്ങൾ കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ അവിടെ ഒരു എ ഡി ഉണ്ട്. എ ഡി നമുക്ക് ആ എ ഡി ഒന്ന് കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. തീറ്റയുടെ ഏത് സൈഡ്? എ ഡി അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ് അല്ലെ. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എ സി. അപ്പൊ എ ഡി എത്ര ആയിരിക്കും? എ ഡി എന്ന് പറയുന്നത് എ സി കോസ് തീറ്റ ആണ്. എ സി കോസ് തീറ്റ. ഇനി എ സി എന്താണ്? എ സി ഇതല്ലേ എ സി. ഇത് പാരലോഗത്തിന്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് സെയിം അല്ലേ. അപ്പൊ എ സി എന്ന് പറയുന്നത് അപ്പൊ എ സി എന്ന് പറയുന്നത് ഒ ബിക്ക് തുല്യമാവത്തില്ലേ? ഒ ബി എന്ന് വെച്ചാൽ എന്താണ്? ക്യൂ ആണ്. അപ്പൊ എ ഡി ഈസ് ഈക്വൽ എന്നാ എഴുതാം? ക്യൂ കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ആരെ കിട്ടി?
എ ഡി കിട്ടി. എ ഡി നമുക്ക് ഒയെ കൂടെ വേണം. ഒയെ കാണാം നിങ്ങൾക്ക്. ഒയെ ആരാണ്? ഒയെ ഇതാണ്. ഒയെ ആരാന്ന് നമുക്കറിയാം, വെക്ടർ പി ആണ്. പിന്നെ ആരെ വേണം? പിന്നെ വേണ്ടത് ഡി സി ആണ്. ഡി സി നമുക്ക് നോക്കാം. ഡി സി ഇതല്ലേ ഡി സി എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രയാങ്കിൾ തന്നെ എടുക്കാം. ഈ ട്രയാങ്കിൾ തീറ്റയുടെ ഏത് സൈഡ്? അത് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡി സി ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി ആണ്. എ സി. അപ്പൊ ഡി സി ഈസ് ഈക്വൽ എന്നാ കിട്ടും? എ സി സൈൻ തീറ്റ കിട്ടും. എ സി എത്രയാണ്? എ സി എന്ന് പറയുന്നത് ഇതല്ലേ എ സി. എ സി എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഒ ബിക്ക് തുല്യമല്ലേ? ഒ ബി ആരാണ്? ക്യൂ ആണ്. അപ്പോൾ ഡി സി ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ കിട്ടി. നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒ സി എന്ന് വെച്ചാൽ ആരാ? ഒ സി ഇസ് ദ റിസൾട്ടന്റ് വെക്ടർ. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എ എന്താണ്? ഒ എ എന്ന് വെച്ചാൽ വെക്ടർ പി ആണ്. അപ്പോൾ വെക്ടർ പി പ്ലസ് എ ഡി ആരാണ്? എ ഡി എന്ന് പറയുന്നത് ഇതാണ്. എ ഡി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. എ ഡി ഈക്വൽസ് ക്യൂ കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ക്യൂ കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സി ആരാണ്? ഡി സി ഇവിടെ ഡി സി ഈക്വൽസ് ക്യൂ സൈൻ തീറ്റ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ഡി സി സ്ക്വയർ അല്ലേ? ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ഓപ്പൺ ചെയ്യാം. വെക്ടർ പി സ്ക്വയർ പ്ലസ് 2pq cos theta പ്ലസ് q സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ശരിയല്ലേ? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ഇവിടെ ബാക്കി ഒരാളോട് ഉണ്ടല്ലോ. ആരാ ഉള്ളത്? ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ശരി, കുറച്ച് മിനിക്ക് പണിയൊക്കെ മറച്ചു നോക്കാം. വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് വെക്ടർ പി സ്ക്വയർ അവിടെ തന്നെ എഴുതാം. വെക്ടർ പി സ്ക്വയർ ഇവിടെ ഒരു ക്യൂ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. ഇവിടെ ഒരു ക്യൂ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. ഈ രണ്ട് ടേംസിലും ക്യൂ സ്ക്വയർ നമുക്ക് കോമൺ എടുത്താൽ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു എന്നാ എഴുതാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബാക്കി ആരോടുണ്ട്? 2pq കോസ് തീറ്റ. ശരിയല്ലേ? ഒന്ന് സോൾവ് ചെയ്തതേ ഉള്ളൂ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് എഴുതാം റിസൾട്ടന്റ് വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഓക്കെ, ഇതുകൊണ്ട് പ്ലസ് ചെയ്യുമ്പോൾ 1 ആയിപ്പോയി. അപ്പൊ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്നാ എഴുതാം? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. അപ്പൊ ആർ ഈക്വൽസ് എന്നാ എഴുതണം? റൂട്ട് ഓഫ് പി സ്ക്വയർ എ പ്ലസ് ക്യൂ സ്ക്വയർ എ പ്ലസ് 2pq കോസ് തീറ്റ ആണ്. ഓക്കെ അല്ലേ? ഈ കോസ് തീറ്റ എന്ന് വെച്ചാൽ ഈ പിക്കും ക്യൂക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. ആ തീറ്റ 90 ആണെങ്കിൽ കോസ് തീറ്റ കോസ് 90 ആവും. കോസ് 90 0 ആയി. അപ്പൊ ആർ ഈക്വൽസ് എന്നാ കിട്ടും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ റിയലി ഒരു പാരലോഗറൽ ലോ അനുസരിച്ച് റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് നമുക്ക് പഠിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ്. റിസൾട്ടന്റ് വെക്ടർ ആർ ഈസ് ഇങ്ങനെ കിട്ടും റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ. ഹൃദയസ്ഥമാക്കി വെച്ചേക്കും, കാരണം ഇത് നമുക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ യൂസ് ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ലേൺ ഇത് നമുക്ക് പറയാനുള്ളൂ. ഇതിനെ കുറിച്ച് ഡെറിവേഷൻ നന്നായി കാണാതെ പഠിക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്പീഡിലാണ് പഠിച്ചതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസ് ചെയ്യുക. ഈ ഭാഗം ഒന്നുകൂടെ റീപ്ലേ ചെയ്ത് കാണുക, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം അവിടെ കിട്ടുന്നത്. മാഗ്നിറ്റ്യൂഡിന് നമുക്ക് ഡയറക്ഷനും കൂടെ വേണം. ഡയറക്ഷൻ ഓഫ് ദ കാരണം നമ്മൾ രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, റിസൾട്ടന്റ് വെക്ടറിന് എന്തും കാണും, ഡയറക്ഷനും കാണും. ഗ്രാഫിക്കലി ഡയറക്ഷൻ നമുക്ക് തൽക്കാലം പറഞ്ഞിരുന്നില്ല, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഡയറക്ഷനും കൂടെ പറയാം. അവിടെ പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. തൽക്കാലം വെക്ടർ പിയും റിസൾട്ടന്റ് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ എന്ന് കരുതാം. വെക്ടർ പിയും റിസൾട്ടന്റ് വെക്ടറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ആൽഫ എങ്കിൽ ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത് ഈ ആൽഫ എന്ന ആംഗിളിന്റെ ടാൻ ഫംഗ്ഷൻ എടുത്താൽ മതി. ടാൻ ആൽഫ ആയിരിക്കും ഡയറക്ഷൻ. ടാൻ ആൽഫ എടുക്കുമ്പോൾ നമുക്ക് അതൊന്ന് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം. റിസൾട്ടന്റ് വെക്ടർ പാരലോഗറൽ ലോ അനുസരിച്ച് ആർ ഈക്വൽസ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ ആണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ വെക്ടർ പിയും റിസൾട്ടന്റ് വെക്ടറും ഇടയ്ക്കുള്ള ആൽഫ എന്ന ആംഗിളിന്റെ ടാൻ ഫംഗ്ഷൻ എടുത്താൽ മതി. പ്രാക്ടിക്കലി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അതൊക്കെ പ്രാക്ടിക്കൽ യൂസ് ഉണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ.
റെയിൻ അംബ്രല്ല പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ടാൻ ആൽഫ ഒന്ന് കണ്ടുപിടിച്ച് കളയാം. ടാൻ ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ ട്രയാങ്കിൾ നോക്കാം. ഇതല്ലേ നമ്മുടെ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, ഒ ഡി സി. കണ്ടോ, ഒ ഡി സി ട്രയാങ്കിൾ ആണ്. ടാൻ ആൽഫ ഈക്വൽസ് അപ്പൊ എന്തായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ് സി ഡി ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് ആരാണ്, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് ഒ ഡി അല്ലേ, ഒ ഡി. അപ്പൊ സി ഡി ഡിവൈഡ് ബൈ ഒ ഡി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡി ഡിവൈഡ് ബൈ ഒ ഡി. എത്രയാണ് ഒ ഡി? ഒ ഡി ഈക്വൽസ് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഒ ഡി ഈക്വൽസ് ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഒ എ പ്ലസ് എ ഡി എന്ന് എഴുതാം. ഞാൻ ഒന്ന് മായ്ക്കുവാണ്, എനിക്ക് താഴെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ട് എ ഡി ആണ്. എ ഡി, എ പി അല്ല, എ ഡി. ഓക്കെ, എ ഡി അല്ലേ, ഒ എ പ്ലസ് എ ഡി. ശരി, അങ്ങനെയാണെങ്കിൽ സി ഡിയും ഒ എയും എ ഡി ഒക്കെ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സി ഡി എത്രയാണ്? സി ഡി ഇത് കുറച്ച് മുമ്പ് നമ്മൾ എഴുതിയ, ഇപ്പൊ മായ്ച്ചു കളഞ്ഞു പോയി, ഒന്നുകൂടെ നമുക്ക് എഴുതി വെക്കാം. സി ഡി ഈസ് ഈക്വൽ, ഈ ട്രയാങ്കിളിലാണ് കണ്ടുപിടിക്കുന്നത്, തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സി ഡി. അപ്പൊ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആയ സി ഡി. ഈ ട്രയാങ്കിളിൽ നിന്ന് എ ഡി സി ട്രയാങ്കിളിൽ നിന്ന് തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് സി ഡി. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് എ സി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു എ സി സൈൻ തീറ്റ ആണ്. എ സി എത്ര ആണ്? ഇതല്ലേ എ സി, ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണ്. അപ്പൊ ഒ ബിയും ക്യൂ ആണ്, എ സിയും ക്യൂ ആണ്. അപ്പൊ സി ഡി ഈസ് ഈക്വൽ ടു ക്യൂ സൈൻ തീറ്റ ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സി ഡിക്ക് പകരം എന്നാ എഴുതാം, ക്യൂ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഒ എ. എത്രയാണ് ഒ എ? ഒ എ ഏതാണ്? ഒ എ വെക്ടർ പി. അപ്പൊ വെക്ടർ പി എന്ന് എഴുതാം. പ്ലസ് എ ഡി എത്രയാണ്? കുറച്ചു മുമ്പ് എഴുതിയതാണ്, ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനൂസ് ആണ്. അപ്പൊ ഈ തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എ ഡി ആണ്. എ ഡി ബൈ ഹൈപ്പോട്ടനൂസ് എ സി ആണ്. ഓക്കെ, അപ്പൊ എ ഡി ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് എഴുതാം എ സി എത്രയാണ്? ക്യൂ. ഓക്കെ, എ സി ക്യൂ, ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണ്, പാരലോഗത്തിന്റെ ക്യൂ കോസ് തീറ്റ ആണ്. അപ്പൊ എ ഡി നമുക്ക് കിട്ടും ക്യൂ കോസ് തീറ്റ ആണ്. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ക്യൂ കോസ് തീറ്റയുമാണ്. Therefore, tan alpha gives the direction of the resultant vector. ഇതിൽ നിന്ന് നമുക്ക് ആൽഫയാണ് ഡയറക്ഷൻ തരുന്നതെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്റർ ഒക്കെ ചെയ്യാൻ പറ്റും. ക്യൂ സൈൻ തീറ്റ ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ ആണ്. അങ്ങനെ നമുക്ക് ഡയറക്ഷൻ ഇൻ ടേംസ് ഓഫ് ആംഗിൾ കിട്ടും, ഡയറക്ഷൻ ഇൻ ടേംസ് ഓഫ് ഡിഗ്രി റേഡിയൻ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പാരലോഗ്രാം നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള വെക്ടേഴ്സിനെ നമ്മൾ ആഡ് ചെയ്തു അല്ലെ. വെക്ടേഴ്സിനെ പാരലോഗറൽ ലോ വെച്ച് ആഡ് ചെയ്തു, ട്രയാങ്കിൾ ലോ വെച്ച് ആഡ് ചെയ്തു. ട്രയാങ്കിൾ ലോയിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡേ പഠിച്ചുള്ളൂ. ട്രയാങ്കിൾ ലോ പറയുന്നത് രണ്ട് വെക്ടറുകൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ വെക്ടർ എന്ന് വെച്ചാൽ തേർഡ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. പാരലോഗറൽ ലോ അനുസരിച്ച് രണ്ട് വെക്ടറുകൾ അഡ്ജസന്റ് സൈഡിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡയഗണൽ എന്ന് പറയുന്നതായിരിക്കും റിസൾട്ടന്റ് വെക്ടർ. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, ഡയറക്ഷൻ കണ്ടുപിടിച്ചു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഈ രണ്ട് വെക്ടറുകളും ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ആയിരുന്നു. പാരലോഗറൽ ലോ ആയാലും ട്രയാങ്കിൾ ലോ ആണെങ്കിലും രണ്ട് വെക്ടറുകളും ചരിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെയല്ല, രണ്ട് പാരലൽ വെക്ടേഴ്സ് തന്നാലോ. പാരലൽ വെക്ടേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഒരുപോലെ ഇരിക്കുന്ന വെക്ടറുകൾ, പാരലൽ ഒരുപോലെ എന്നല്ല, പാരലായിട്ടിരിക്കുന്ന വെക്ടറുകൾ ആഡ് ചെയ്യേണ്ടതെങ്കിലോ നമുക്ക് ആഡ് ചെയ്യും. അവിടെ നമുക്ക് ആംഗിൾ തീറ്റ ഇടയ്ക്ക് അല്ലെ, ആംഗിൾ ഈക്വൽസ് തീറ്റ സി. അവിടെ നമുക്ക് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ഇടയ്ക്ക് രണ്ട് വെക്ടറുകൾക്ക് ഇടയിലുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ഇവിടെ അങ്ങനെയല്ല, തീറ്റ ഈസ് സം ആംഗിൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബിക്കോസ് ആംഗിൾ അല്ലെങ്കിൽ ബിക്കോസ് വെക്ടേഴ്സ് ആർ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ. ട്രയാങ്കിൾ ലോയിലും പാരലോഗറൽ ലോയിലും അവിടെ കൂടുതൽ ബുദ്ധിമുട്ട് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കും. കാരണം രണ്ട് വെക്ടറുകളുടെയും ദിശ വെവ്വേറെയാണ്, വേറെ ഡയറക്ഷൻസിലാണ്. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ ഡയറക്ഷൻ എങ്ങോട്ട് വരുമെന്ന് കണ്ടുപിടിക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു പാരലൽ വെക്ടറിന്റെ കേസിൽ ഈ രണ്ട് വെക്ടറുകളും പാരലാണെങ്കിൽ ഇടയ്ക്കുള്ള ആംഗിൾ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ ആർ ഈക്വൽ എഴുതി വെച്ചാൽ മതി. വെക്ടർ എ പ്ലസ് എന്താണ്, വെക്ടർ ബി ആണ്. എഴുതി വെച്ചാൽ അപ്പൊ എ എന്നൊരു വെക്ടർ ആണ് ഇത്, എ എന്നൊരു വെക്ടർ. ഓക്കെ, എ എന്ന വെക്ടർ. ഈ ബി എന്ന വെക്ടറിനെ ഞാൻ തല തിരിച്ചു വെച്ചത് ഓപ്പോസിറ്റ് വെക്ടർ എന്ന് നമുക്ക് വിളിക്കാം. ഓപ്പോസിറ്റ് വെക്ടർ എന്ന് വിളിക്കാം. എ എന്നൊരു വെക്ടറും ബി എന്ന വെക്ടറും ആണ്. ബി എന്ന വെക്ടറിനെ ഞാൻ തല തിരിച്ചു വെച്ചു. അപ്പോഴും അവർക്കിടയിലുള്ള ആംഗിൾ 0 എന്നല്ല, 180 ഡിഗ്രി എന്നാണ് പറയുന്നത്. കാരണം ഒരു വെക്ടർ ഇതാണ്, ഇത് രണ്ടാമത്തെ വെക്ടർ ആണ്. ഇങ്ങനെ ഇരിക്കുക രണ്ട് വെക്ടർ. ഇപ്പൊ 0 ഡിഗ്രിയാണ്. ഇയാളിപ്പോ 90 ആയി, ഇടയ്ക്ക് 90 ആയി. ഇപ്പൊ അത്രയായി 180, രണ്ട് ഓപ്പോസിറ്റ് ദിശയിലായപ്പോ. അപ്പൊ തീറ്റ 180 ആണ്. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ എന്നാ വരുന്നത്, റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മറ്റേ ആൾ അതായത് പോയില്ലേ, മൈനസ് ഓഫ് വെക്ടർ ബി എന്നാണ് എഴുതേണ്ടത്. അപ്പൊ റിസൾട്ടന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് വെക്ടർ ബി എഴുതാം.
ആദ്യത്തെ കേസിൽ റിസൾട്ടിന്റെ വെക്ടർ ഡയറക്ഷൻ ഏതായിരിക്കും? ഈ സെയിം ആസ് ദാറ്റ് ഓഫ് ബോത്ത് ഓഫ് ദീസ് വെക്ടേഴ്സ് അല്ലെ, രണ്ട് വെക്ടറുടെ സെയിം ഡയറക്ഷൻ ആയിരിക്കും റിസൾട്ടന്റ് വെക്ടർ. സിമ്പിൾ. അപ്പൊ ഈ വെക്ടറിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം, അതിൽ ഏത് വെക്ടർ ആണോ കൂടുതൽ മാഗ്നിറ്റ്യൂഡ് അതിന്റെ ദിശയിലായിരിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇത് 2ഉം ഇത് 3ഉം ആണെങ്കിൽ 2 + -3 എന്നല്ലേ ആൻസർ എഴുതുന്നത്. 2 + -3 എത്രയായിരിക്കും? -1 ആയിരിക്കും. അപ്പൊ -1 ആരുടെ ഡയറക്ഷൻ ആണ്? കൂടിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിന്റെ ഡയറക്ഷൻ ആണ് അല്ലെ. അപ്പോ നമുക്കതല്ല, എ എന്ന് വെച്ചാൽ 3 ആണ്, ബി എന്ന് വെച്ചാൽ -2 ആണ് ബി. അപ്പം വെക്ടറിന്റെ ഉത്തരവത്തിലാണ് 1 ആണ്. ഈ 1 എന്ന് വെച്ചാൽ ഏതിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആരുടെയാണ്? കൂടിയ വെക്ടറിന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ പാരലൽ വെക്ടേഴ്സും അതുമാത്രമല്ല 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആംഗിളുള്ള വെക്ടറുകൾക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ട്രയാങ്കിൾ ലോയും പാരലോഗൽ ലോയും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നേരിട്ട് നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഡയറക്ഷൻ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് പഠിച്ചത് വെക്ടേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. സ്കെയിലാറുകളും വെക്ടേഴ്സിന്റെ റെപ്രസെന്റേഷൻ ആണ്. സ്കെയിലാറുകളെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഒന്നും കൂടെ നിങ്ങൾക്ക് ഈ ക്ലാസ് വീണ്ടും കാണുക, നോട്ട്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. വെക്ടറുകളെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. പാരലൽ വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു. പാരലൽ അല്ലാതെ ഇൻക്ലൈൻഡ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ ലോയും പാരലോഗൽ ലോയും ഒക്കെ യൂസ് ചെയ്യാം. ഇതൊന്നും അല്ല കേട്ടോ, ഇനിയുണ്ട് പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്നൊക്കെ പറഞ്ഞ് ഇനിയുണ്ട്. പക്ഷെ നമുക്ക് അത് തൽക്കാലം ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല നമ്മൾ സീറോ വെക്ടർ എന്താന്ന് പറഞ്ഞു, അതുപോലെ പൊസിഷൻ വെക്ടർ എന്താന്ന് പറഞ്ഞു. അത് മാത്രമല്ല പിന്നെ നമ്മൾ സംസാരിച്ചത് യൂണിറ്റ് വെക്ടർ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വെക്ടേഴ്സിനെ കുറിച്ചാണ്. അടുത്ത ദിവസം നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. നമുക്ക് അടുത്ത ദിവസം മൾട്ടിപ്ലൈ ചെയ്യാം, വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം കൂടെ ചെയ്യാം. പിന്നെ റെസൊല്യൂഷൻ ഓഫ് വെക്ടറും കൂടെ പഠിക്കാം. അതിനുശേഷം വേണം നമുക്ക് ഈ ചാപ്റ്ററിന്റെ മർമ്മപ്രധാനമായ കാര്യങ്ങളിലേക്ക് കയറാനുള്ളത്. അപ്പം ആദ്യം നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വെക്ടേഴ്സിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, റെസൊല്യൂട്ട് ചെയ്യാം. ഞാൻ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ആ സമയത്ത് പറയാം വെക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നന്നായി പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക, ലെക്ചർ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.